വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കോളേജിൽ നിന്ന് തിരുവല്ലയിലുള്ള പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസിയിൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ നടക്കുന്നുണ്ട്. അതിന് പോകാമെന്ന്. ഞങ്ങളുടെ ക്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ ബാച്ചൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മാസം ഞങ്ങളുടെ കോളേജിൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ വെച്ചിരുന്നു. അന്നേരം ഞങ്ങൾ എക്സാമിൻ്റെ ഇടയിൽ അതിനെക്കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിന് മാത്രം പങ്കെടുക്കാൻ പറ്റിയില്ല. അന്നേരം പറഞ്ഞത് ഞങ്ങളൊരു സെമിനാറിന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചാണ്. ആദ്യം വിചാരിച്ചത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി പോകണമെന്നതിനും പറഞ്ഞത്. പിന്നെ കോളേജ് ബസ്സിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോളേജ് ബസ്സിനാണ് പോകുന്നത്. അപ്പം ഞാൻ ഉണർന്നെണീച്ച് വന്ന് റെഡി ആവുകയാണ്. റെഡിയായി തന്നെ വെറും ഷോ ഓഫ്. അങ്ങനെ റെഡിയായി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ വാർഡൻ അന്നമ്മ ടീച്ചർ. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്തും ബായ് പറഞ്ഞ് ഞാനും എൻ്റെ റൂംമേറ്റ് ഫേബയും കൂടി പോകാൻ. ഇതാണ് എൻ്റെ റൂംമേറ്റ് ഫേബ. ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ റൂമിൽ. ശരിക്കും 4 ആൾക്കുള്ള റൂമാണ് ഞങ്ങളെ ഹോസ്റ്റലിൽ. ഇനി 2 ആളൂടെയും വരാൻ ഉണ്ട്. അതിന് അഡ്മിഷൻ വന്ന് ഞങ്ങൾ റൂമിൽ കയറ്റുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ കോളേജിൽ എത്തിയതും തന്നെ ബസ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ബസ് കയറി എല്ലാവരും ഞാൻ വ്ളോഗ് എടുക്കാൻ എല്ലാവർക്കും മനസ്സിലായി. അന്നേരം തന്നെ എല്ലാവരും ഹായ് പറഞ്ഞ് അങ്ങനെ പിന്നെ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ പാട്ട് പാടി ഫുള്ള് ഓളത്തിലായിരുന്നു. കോളേജുള്ളത് കാഞ്ഞിരപ്പള്ളി ചേനപ്പാടിയിലാണ്. അവിടുന്ന് തിരുവല്ലയ്ക്ക് ഒരു ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ദൂരമുണ്ട്. അങ്ങനെ നീണ്ട 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പുഷ്പഗിരിയിലെത്തി. അവിടെ എത്തിയപ്പോൾ നമുക്ക് കോഫിയും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ കോഫിയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഇവർ ഒരു ഫയൽ പ്രൊവൈഡ് ചെയ്യും. ആ ഫയലിൻ്റെ അകത്താണ് ഒരു ബുക്കും ഒരു പെന്നും ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഫീഡ്ബാക്ക് എഴുതാനുള്ള ഒരു പേപ്പറും. അങ്ങനെ ഞങ്ങൾ മേലോട്ട് കയറി. ഓൾറെഡി തുടങ്ങിയ സെമിനാർ ഈ ഇൻട്രോ ഒക്കെ പറയും, വെൽക്കം സ്പീച്ചൊക്കെ അതൊക്കെ കഴിയാനായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ അന്നേരം ഫയൽ തുറക്കുന്നു. ഫയലിലാണ് ഈ പുഷ്പഗിരിൻ്റെ പേര് എഴുതിയ പെന്നൊക്കെ ഉള്ളത്. ഞാൻ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, കുറച്ച് നോട്ട്സൊക്കെ എഴുതാം. ഫസ്റ്റ് ഞാൻ കുറച്ച് 2-3 പോയിൻറ്റ്സൊക്കെ എഴുതി. പിന്നെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അന്നേരം ഞാനത് അടങ്ങ് നിർത്തി വെച്ച്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ചിത്രം വരച്ച്, ഞാൻ ഫ്ലവറിൻ്റെ ചിത്രം വരച്ച് കളിച്ച്. എന്നാലും വേണ്ടിയില്ല, എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കഥ പറഞ്ഞിരിക്കുക, ബോറടിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയായിരിക്കും, ഉറക്കം വന്ന്. പിന്നെ അന്നേരം ഷിബിന പറഞ്ഞാൽ നമുക്ക് ലുഡോ കളിക്കാം. അങ്ങനെ ഞാനും ഷിബിനായും അജന്യയും റിസാനയും കൂടി ലുഡോ കളിക്കാൻ തുടങ്ങി. അങ്ങനെ നീണ്ട ലുഡോ കളിക്ക് ശേഷം ഞാൻ വിന്നറായി ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ലുഡോയിൽ ജയിക്കുന്നത്. സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ സ്നാക്ക് ബ്രേക്ക് ചെയ്യുന്നു. സ്നാക്സ് കൊണ്ടുവന്ന് ഒരു മാംഗോ ഫ്രൂട്ടിയും പിന്നെ ഒരു ബിസ്ക്കറ്റും പിന്നെ കേക്കിൻ്റെ ഒരു പീസും ഉള്ളത്. ഈ സ്നാക്ക് ബ്രേക്ക് ആയാലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനമായത്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ 3 ആൺതരികൾ. ആകെയുള്ള 3 ആൺതരികൾ. ഞങ്ങളുടെ ക്ലാസ്സിൽ 3 ബോയ്സേ ഉള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സിലും കുറേ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിൽ 3 ഉള്ളൂ. 3 എണ്ണം മതി സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ സ്നാക്ക് ബ്രേക്കിന് ഞങ്ങൾ വാഷ്റൂമിൽ പോയി. പിന്നെ ടിപ്പിക്കൽ ഗേൾ ബിഹേവിയർ മേക്കപ്പ് ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തോട്ട് അങ്ങ് ചാടി. പിന്നെ എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് അപ്പുറത്ത് പോയാലും ഗാർഡനും നല്ല മരമൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ സെമിനാറിന് കയറിയിട്ടില്ല. അത് കഴിഞ്ഞ് മേലേന്ന് വിളിച്ച് സെമിനാർ കഴിയാനായി, ഫുഡിൻ്റെ ടൈമായി, ഫുഡ് കഴിക്കാനായി എന്നും പറഞ്ഞ് മേലേന്ന് വിളിച്ച്. 3rd ഫ്ലോറിലായിരുന്നു സെമിനാർ നടക്കുന്നത്. ഫുഡ് എന്ന് കേട്ടാൽ ഞങ്ങളെല്ലാവരും കൂടി ചാടി പിടിച്ച് ഓടി. അതിനാണല്ലോ മെയിനായിട്ട് വന്നത്. നല്ല ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്പടും അച്ചാറും തൈരും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ച് പിന്നെ മെല്ലെ വരാന്തയിലോട്ട് ഇറങ്ങി. പരിപാടിയൊക്കെ കഴിഞ്ഞ് സെമിനാർ ഉച്ചവരെയുള്ളൂ. ഇവിടുത്തെ വരാന്തയിലാണെങ്കിൽ നല്ല വ്യൂ, അടിപൊളി വ്യൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വ്യൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചാക്കോ സാർ അതായത് പ്രിൻസിപ്പളെ വിളിച്ച് എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാനും പറഞ്ഞു. ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് മെയിനായി പറയല്ലേ, അതെല്ലായിടത്തിലും മെയിനാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന്
ഒരു ലോങ് ഡേ ആയാലും നല്ല ദിവസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്ത് നല്ലോണം എല്ലാവരും നല്ല ജോളിയായിട്ട് പോയി വന്നു. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.